ഹലോ സബ്സ്ക്രൈബേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ മാൽദീവ്സിലേക്കാണ് ജോലിക്ക് അപ്ലൈ ചെയ്തെങ്കിൽ അതിനറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗൾഫിലാണ് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ടീച്ചിങ് വേക്കൻസിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അതിനകത്തെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് മിനിമം ഒരു 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ആ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ പലപ്പോഴും പല സ്കൂളുകളിലും, പ്രത്യേകിച്ച് ജെംസ് പോലുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രയോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ എംഎഡ് വേണം, അല്ലെങ്കിൽ ഒരു IELTS വേണം, അല്ലെങ്കിൽ ഒരു CTET വേണം. ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റി കാണും ഗൾഫിലെ പല സ്കൂളുകളിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ മസ്റ്റായിട്ട് വേണം. നിങ്ങളെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പൊസിഷൻ എന്നാണ് നമ്മൾ കൂടുതലായിട്ടും ഗൾഫ് കൺട്രീസിലെ അപ്പോയിൻമെൻറ്റ് നമ്മൾ കാണാറുള്ളത്. അപ്പം നിങ്ങളൊരു TGT ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു PGT ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നാലാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളുകളിൽ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യേണ്ടതെല്ലാം പോർട്ടൽ വഴി തന്നെ അപ്ലൈ ചെയ്യണം. ഒരു ഉദാഹരണത്തിന് ജെംസിന് അവരുടേതായ കരിയർ പോർട്ടൽസ് ഉണ്ട്. അപ്പം ആ പോർട്ടലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ ഘടകം. ഇനി അതല്ല, വാക്കിംഗ് ഇൻ്റർവ്യൂസ് ഉള്ള സ്കൂളുകളിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 10 ദിവസമോ 20 ദിവസമോ ഗൾഫ് വരെ പോയി, ഇപ്പം UAE ആയാലും ഖത്തർ ആയാലും ബഹ്റൈനിലായാലും സൗദി അറേബ്യ ആയാലും ഒമാനിലായാലും, ഈ 5 കൺട്രീസിലാണ് നമ്മൾ കൂടുതലും ടീച്ചിങ് വേക്കൻസി നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ 5 കൺട്രീസിലും നിങ്ങൾ പോയി ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. വാക്കിംഗ് ഇൻ്റർവ്യൂസ് ആയിരിക്കും അവർ നോക്കുന്നത്. ലാസ്റ്റായിട്ട് ഒരു ടിപ്പൂടെ ഞാൻ പറഞ്ഞുതരാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ തരുന്ന സമയത്ത് ഏത് സ്കൂളിലാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആ സ്കൂൾ ഏത് സിലബസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ IB ഉള്ള സ്കൂളുകളുണ്ട്, IGCSE ഉള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ 2 സിലബസ് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. നമ്മുടെ നാട്ടിൽ കൂടുതലും CBSEയും ICSE ഉണ്ട്. CBSE സ്കൂളുകൾ ഗൾഫിലും ഉണ്ടെങ്കിൽ പോലും IBയും IGCSE ഉള്ള സ്കൂളുകളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സിലബസിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബെസ്റ്റ് വിഷസ്.